ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനാ രൂപമാണ് ആരാധനക്രമമെന്നും നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നും എന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് നമ്മൾ വിശ്വസിക്കണമെന്നും അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥനകൾ ചൊല്ലി പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയുടെ ആഴമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നതെന്നും നമ്മൾ കാണുകയായിരുന്നു. ഇനിയുള്ള കാലങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനയുടെ അന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും പരിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളുടെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാനും അങ്ങനെ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് വളരുവാനുമുള്ള തീവ്രമായ ശ്രമമാണ് നമ്മൾ നടത്തുക. ദൈവത്തിൻ്റെ വലിയ കാരുണ്യവും കൃപയും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ പ്രാരംഭ പ്രാർത്ഥനകളിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ പാട്ട് പ്രാരംഭഗാനമായി പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, നവം ഒരുമയോട് ഈ ബലി അർപ്പിക്കാം, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമോട് ഈ യാഗം തിരുമുമ്പാകെ അണച്ചിടാം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാരംഭ ഗാനത്തിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട അനുഗുണ മനോഭാവങ്ങൾ ഏതാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ അനുഗുണ മനോഭാവം ഉറച്ച വിശ്വാസമാണ്. ഈ പ്രാരംഭ പ്രാർത്ഥനയിൽ നമുക്കുണ്ടാവേണ്ട അടിസ്ഥാനപരമായ മനോഭാവം ഉറച്ച വിശ്വാസമാണ്. ഉറച്ച വിശ്വാസം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് എന്ന് തിരിച്ചറിയണം. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഈശോ മിശിഹായുടെ അന്ത്യ അത്താഴ വേളയിൽ 12 ശിഷ്യന്മാരുടെ കൂടെ സെഹിയോൻ ഊട്ടുശാലയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഉറച്ച ബോധ്യമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോട് ഈ ബലി അർപ്പിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നടക്കുന്ന തിരുവത്താഴ വേളയും സെഹിയോൻ ഊട്ടുശാലയും അതിൻ്റെ പശ്ചാത്തലങ്ങളുമെല്ലാം മനസ്സിൽ കാണണം. ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറത്ത് ആന്തരിക നയനങ്ങൾ തുറന്ന് ദൈവീകമായ മറ്റൊരു മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അവയുടെ പ്രാധാന്യം എന്താണ് എന്ന് കൂടുതൽ വ്യക്തമാവുക. അപ്പം അതുകൊണ്ട് ഒന്നാമതായി ഞാൻ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച്, ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച്, എന്തിനു വേണ്ടിയാണ് അവിടെ വന്ന് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ശരിയായൊരു കാഴ്ചപ്പാടിലേക്ക് കടന്നു വരിക. അവിടെ ആണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുക. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം ദൈവപുത്രൻ്റെ വചനാവതാരവും മനുഷ്യാവതാരവും നടന്ന ഇടം പോലെ പരമപരിശുദ്ധമായ മറ്റൊരു ഇടത്തിലാണ് ഞാനായിരിക്കുന്നത്. അപ്പാവതാരം നടക്കുന്ന ഇടം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവപുത്രന് 3 അവതാരങ്ങളുണ്ട്. ഓർമ്മയുണ്ടോ നോക്കിക്കേ. 3 അവതാരങ്ങൾ. 1 വചനാവതാരം, 2 മനുഷ്യാവതാരം, 3 അപ്പാവതാരം. വചനാവതാരം നടക്കുന്നത് അനാദിയിലാണ്. പിതാവിൻ്റെ മനസ്സിലാണ് ദൈവപുത്രൻ വചനമായി അവതാരമെടുത്തത്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളത് കാണുകയാണ്. വചനാവതാരം പിതാവിൻ്റെ മനസ്സിൽ. രണ്ടാമതായി ദൈവപുത്രൻ്റെ അവതാരമാണ്, രണ്ടാമത്തെ അവതാരമാണ് മനുഷ്യാവതാരം. മനുഷ്യാവതാരം എവിടെയാണ് നടക്കുക? പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ
ദൈവപുത്രൻ, വചനമായ ദൈവപുത്രൻ മനുഷ്യനായി അവതാരമെടുത്തു. മനുഷ്യനായി അവതാരമെടുത്ത ഈശോയെ ആദ്യമായി മനുഷ്യൻ കാണുന്നത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ദിവ്യ പൈതലിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വന്നു നിന്ന ഇടയന്മാരെ പോലെ, രാജാക്കന്മാരെ പോലെ ഈ ദിവ്യ പൈതലിനെ ദർശിക്കുവാനുള്ള മഹാഭാഗ്യം കിട്ടിയ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം നടക്കുന്ന ആ സ്ഥലത്ത് ഒരാൾ ആ സമയത്ത് ഉണ്ടായിരുന്നത് പോലെ വേണം എല്ലാ ആൾത്താരയുടെ ചുവട്ടിലും നിൽക്കാൻ. അതാണ് വചനാവതാരം നടന്ന ഇടം പോലെ, മനുഷ്യാവതാരം നടന്ന ഇടം പോലെ അത്രയും പരിശുദ്ധമായ മറ്റൊരു ഇടമാണ് അപ്പാവതാരം നടന്ന സഹീയോനൂട്ടിശാല. ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ആ വേദിയിൽ 12 ശിഷ്യന്മാരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കണം. മൂന്നാമതായി, ലോകാവസാനം വരെ തുടരാനുള്ള പരിശുദ്ധ കുർബാന സ്ഥാപിക്കുവാനും അത് അർപ്പിക്കുവാനും സ്ഥലം തിരഞ്ഞെടുത്തതും പെസഹായുടെ ആചരണത്തിനാവശ്യമായ ഒരുക്കങ്ങളെല്ലാം ചെയ്യുവാനും ഈശോ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നതും ആ സ്ഥലത്ത് വന്നു നിന്ന് ഈ ബലിയിൽ പങ്കുചേരാൻ എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കണം. ഒരു സാന്ദർഭികമായ ഒരു കാര്യമല്ല നടക്കുന്നത്. ഇതെല്ലാം വളരെ മുൻകൂട്ടിയുള്ള കാര്യമാണ്. ഈ ഇത്രയും ശ്രേഷ്ഠമായ ഒരു കർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ ദൈവം എന്നെ വിളിച്ചല്ലോ എന്ന്, അതിൽ പങ്കുപറ്റാനും അതിൻ്റെ കൃപ സ്വീകരിക്കാനും എൻ്റെ ദൈവം എന്നെ അനുവദിച്ചല്ലോ എന്ന നന്ദിയോടെ വേണം ഈ പ്രാരംഭ ഗാനം നമ്മൾ പാടാൻ. അന്ന് പെസഹ തിരുനാളിൽ എന്ന പാട്ട് പാടുമ്പോൾ സഹീയോനൂട്ടിശാലയിൽ തന്നെ നമ്മളായിരിക്കണം. മറ്റ് ശ്രദ്ധകളെല്ലാം മാറ്റിവെച്ച്, മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി എവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന ഉറച്ച ബോധ്യത്തോടെ വേണം നമ്മളതിൽ പങ്കെടുക്കാൻ. വീണ്ടും ഞാനിങ്ങനെ ഓർക്കുകയാണ്, സമാനതകളില്ലാത്ത ഒരു ബലിയിലും വിരുന്നിലും പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ഒരു വീണ്ടെടുക്കപ്പെട്ട പാപിയായ മനുഷ്യനാണ് ഞാനെന്ന വിശ്വാസവും നമുക്ക് ഉണ്ടാവണം. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? സമാനതകളില്ലാത്ത ഒരു ബലിയാണ് പരിശുദ്ധ കുർബാന. സമാനതകളില്ലാത്തൊരു ബലിയാണ്, സമാനതകളില്ലാത്ത ഒരു വിരുന്നാണ്. ആ വിരുന്നിലും ബലിയിലും പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നു നിൽക്കുന്നത് എന്ന ഉറച്ച വിശ്വാസം എനിക്ക് വേണം. എന്താണ് ഈ സമാനതകളില്ലാത്ത ബലി എന്നും വിരുന്നെന്നും പറയുക? ലോക ചരിത്രത്തിൽ അനേക ബലികൾ നടന്നിട്ടുണ്ട്. പഴയ നിയമ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ലേവ്യ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ബലികളെക്കുറിച്ചുള്ള എത്രയോ മനോഹരമായ വിവരണങ്ങളുണ്ട്. ആ ബലികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു ബലി ഒരിക്കലും ചരിത്രത്തിൽ പിന്നെ ആവർത്തിക്കാനാവാത്ത വിധത്തിൽ പൂർണ്ണമായ ഒരു ബലി ലോക ചരിത്രത്തിൽ നടന്നു. അത് തിരുവത്താഴത്തിൽ ആരംഭിച്ച് കാൽവരിയിൽ പൂർത്തിയായ പരിശുദ്ധ കുർബാനയാണ്, പൂർത്തിയായ ക്രിസ്തുവിൻ്റെ ബലിയാണ്. ആ ബലിയുടെ പുനരവതരണവും തുടർച്ചയുമാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് സമാനതകളില്ലാത്ത ഒരു ബലിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കണം. അതേപോലെ സമാനതകളില്ലാത്ത ഒരു വിരുന്നിലുമാണ് ഞാൻ പങ്കെടുക്കുന്നത്. എന്താ സമാനതകളില്ലാത്ത വിരുന്ന് എന്ന് പറയാനുള്ള കാരണം? പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ ഏത് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടാലും ആ സ്ഥലത്ത്, ആ സമയത്ത്, അവിടെ ചെന്നാൽ മാത്രമാണ് ആ വിരുന്നിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുക. വേറെ എവിടെയെങ്കിലും ഇരുന്നാൽ, വേറെ ഏതെങ്കിലും സമയത്ത് വിരുന്നുശാലയിൽ ചെന്നാൽ എനിക്ക് വിരുന്നിൽ പങ്കെടുക്കാനാവില്ല. എന്നാൽ സമാനതകളില്ലാത്ത ഈ വിരുന്നിൽ ലോകത്ത് എവിടെയായിരുന്നാലും ഏത് കാലത്തുള്ളവനും അതേ വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റും. കാരണം പരിശുദ്ധ കുർബാന നിത്യതയിൽ തുടരുന്ന വിരുന്നാണ്. അതുകൊണ്ടാണ് സമാനതകളില്ലാത്ത ഒരു ബലിയിലും ഒരു വിരുന്നിലും പങ്കെടുക്കാനുള്ള മഹാഭാഗ്യമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന ഉറച്ച ബോധ്യവും വിശ്വാസവും എനിക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന പ്രാരംഭ നിമിഷത്തിൽ തന്നെ ഉണ്ടാവണം. പരിശുദ്ധ ബൈബിളിൻ്റെ താളുകളിലൂടെ കടന്നു വരുമ്പോൾ ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ ബൈബിൾ തുറക്കുക.
ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ നമ്മൾ ഈശോ പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി എനിക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. പെസഹായുടെ ഒരുക്കത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി ഈശോ തന്നെ പറഞ്ഞു വിടുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന്, എവിടെയാണ് പെസഹ ഒരുക്കേണ്ടതെന്നൊക്കെയുള്ള വളരെ വ്യക്തമായ അറിവുകൾ അവർക്ക് നൽകിയിട്ടുണ്ട്. 22-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ശിഷ്യൻ്റെ ആഗ്രഹപ്രകാരം പെസഹ വിരുന്ന് ഒരുക്കിയതല്ല, എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ഥലം ദൈവം തൻ്റെ മുൻ നിശ്ചയപ്രകാരം എടുത്ത സ്ഥലത്ത് വേണം ഈ ബലി, ഈ പെസഹ ഞാൻ ഒരുക്കേണ്ടതെന്ന ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പിന്നീട് അതിൻ്റെ അടയാളങ്ങൾ തമ്പുരാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം 12-ാമത്തെ വാക്യത്തിൽ സജ്ജീകൃതമായ ഒരു മാളികമുറി അവൻ നിനക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. മുന്നൊരുക്കങ്ങളെല്ലാം ചെയ്തത് ഈശോ തന്നെയാണ് എന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാവുക. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 22-15 വാക്യമാകുമ്പോൾ ഈ പെസഹായുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈശോ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഈശോയുടെ തീവ്രമായ ഒരാഗ്രഹമാണ്, അവൻ്റെ അന്ത്യാഭിലാഷമാണ് ഈ പെസഹ ശിഷ്യരുടെ കൂടെ ഭക്ഷിക്കുക എന്നത്. അതുകൊണ്ട് തന്നെയാണ് അതേ വിരുന്നിൽ പങ്കെടുക്കാനാണ് ദൈവം നമ്മളെ ക്ഷണിച്ചതെങ്കിൽ നമ്മുടെ കൂടെ ഈ പെസഹ, ഈ വിരുന്ന് ആഘോഷിക്കുന്നതിന് ദൈവം അത്രമാത്രം ആഗ്രഹിച്ച് സ്നേഹത്തോടെ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നതാണ്, സ്നേഹത്തോടെ നമ്മളെ വിളിച്ചു ചേർത്തതാണ്. അല്ലാതെ സാന്ദർഭികമായി കടന്നുപോയ വഴിക്ക് കയറിയതല്ല. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്രയും ശ്രേഷ്ഠമായൊരു കർമ്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനാനുപാതികമായ ഒരുക്കം ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്നാണ് സൂചിപ്പിക്കുക. അതിന് എന്താണ് ഈ ഒരുക്കം എന്ന് പറയുന്നത്? ഇത്രയും ശ്രേഷ്ഠമായൊരു തിരുക്കർമ്മത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ട ഞാൻ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും അതിനു വേണ്ടി ഒരുക്കേണ്ടതായിട്ടുണ്ട്. അനുരഞ്ജിതമായ മനസ്സോടെ വേണം ഈ ബലിയിൽ ഞാൻ പങ്കുചേരാൻ. അനുഗുണ മനോഭാവങ്ങളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകാതെ ആ അനുഗുണമായ മനോഭാവങ്ങളിലെ രൂപപ്പെടുത്തിക്കൊണ്ട് ബലിയിൽ പങ്കുചേരുമ്പോൾ കൂടുതൽ അത് അനുഭവവേദ്യമാകും എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുക. വീണ്ടും മറ്റൊരു അനുഗുണ മനോഭാവം ഈ പ്രാരംഭ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ നമ്മിൽ രൂപപ്പെട്ടു വരേണ്ടത് തികഞ്ഞ സ്നേഹമാണ്. തികഞ്ഞ സ്നേഹത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചപ്പോൾ സ്നേഹിതന് വേണ്ടി സഹനം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന സ്നേഹമാണ് തികഞ്ഞ സ്നേഹം. സ്നേഹിതന് വേണ്ടി എടുക്കേണ്ടി വരുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയോടുള്ള തികഞ്ഞ സ്നേഹം. സ്നേഹിതന് വേണ്ടി സ്വന്തം ബലി അർപ്പിക്കുവാൻ, ജീവൻ ബലി കൊടുക്കുന്ന സ്നേഹത്തിലാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാകും. പരിശുദ്ധ കുർബാന പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൻ്റെ കൂദാശയാണ്. സ്നേഹിക്കുന്നതാണ് ആധ്യാത്മികത എന്നതാണ് ഒന്നാമതായി പഠിക്കേണ്ട പാഠം. സ്നേഹിക്കുന്നതാണ് ആധ്യാത്മികത. സ്നേഹിക്കുന്നതാണ് ആധ്യാത്മികതയെങ്കിൽ സ്നേഹത്തിൽ വളരുന്നതാണ് ആത്മീയ വളർച്ച. വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയാണ്. സ്നേഹത്തിൽ വളരുന്നതാണ് ആത്മീയതയുടെ പൂർണ്ണത. അതുകൊണ്ട് സ്നേഹിക്കുന്നതാണ് ആധ്യാത്മികതയെന്നും സ്നേഹത്തിൽ വളരുന്നതാണ് ആത്മീയ വളർച്ചയെന്നും മനസ്സിലാക്കണം. അതുകൊണ്ട് ഓരോ സ്നേഹത്തിൻ്റെ കൂദാശയായ പരിശുദ്ധ കുർബാനയിലും ഞാൻ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സ് വലുതാകണം, തികഞ്ഞ സ്നേഹത്തിലേക്ക് ഞാൻ വളരണം. അങ്ങനെയാണ് ഈ ആത്മീയ ജീവിതത്തിൽ കുർബാന കേന്ദ്രീകൃതമായ ആധ്യാത്മികതയിൽ നമുക്ക് വളരാനായിട്ട് കഴിയുക. പരിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥതയോടെ പങ്കെടുത്ത് ഓരോ ദിവസവും സ്നേഹത്തിൽ വളരുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി
പ്രാർത്ഥനാ നിയോഗമായി പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനയുടെ വിഷയമായി നമ്മൾ കാണണം. എന്താണ്? സ്നേഹത്തിൽ വളരാനുള്ള കൃപ. കാരണം അതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹിക്കാതെ നമ്മൾ വെറുതെ കുറേ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നതിനകത്ത് കാര്യമായ നന്മ നമുക്കോ മറ്റുള്ളവർക്കോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് സ്നേഹത്തിൽ വളരാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കൂടെ ജീവിക്കുന്നവരെ സ്നേഹിക്കാൻ പഠിക്കാത്തവന് ബലിയർപ്പണം എങ്ങനെ അനുഭവവേദ്യമായി മാറും? അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ആത്മാർത്ഥതയോടെ പങ്കെടുത്ത ഓരോ ദിവസവും സ്നേഹത്തിൽ വളരാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ബലിയിൽ പങ്കെടുത്ത് സ്നേഹത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 20-ാം വാക്യം ബൈബിൾ എടുക്കുക. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരീസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമ്മുടെ ഭൗതിക ജീവിതവുമായും ബന്ധങ്ങളിലുമൊക്കെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തുവാൻ പര്യാപ്തമാവണം. അതുകൊണ്ടാണ് ഫരിസയൻ്റെ നീതിക്കും നിയമജ്ഞൻ്റെ നീതിക്കും അതീതമായിട്ടുള്ള, അതിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു നിലയിലേക്ക്, നീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട് എന്ന് പറയുക. എന്താണ് നീതി എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. കൊടുക്കേണ്ടത് കൊടുക്കേണ്ടയാൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നതാണ് നീതി. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും, മനുഷ്യന് കൊടുക്കേണ്ടത് മനുഷ്യനും കൊടുക്കുന്നതാണ് നീതി. അപ്പം അതുകൊണ്ട് ഫരീസയൻ്റെ നീതിക്കും നിയമജ്ഞൻ്റെ നീതിക്കും അവനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു നീതിയെക്കുറിച്ചാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുക, ഈശോ നമ്മോട് ആവശ്യപ്പെടുക. അതുകൊണ്ട് സ്നേഹത്തിൽ വളരുക എന്നതാണ് പരിശുദ്ധ കുർബാനയുടെ പരമമായ ലക്ഷ്യം. അങ്ങനെ വളരുമ്പോഴാണ് സ്നേഹം തന്നെയായി ക്രിസ്തുവിനോട് നമ്മൾ താതാത്മ്യപ്പെടുകയും ഒന്നായി തീരുകയും ചെയ്യുക. സ്നേഹത്തിൻ്റെ ചില അളവുകോലുകൾ, ഞാൻ സ്നേഹത്തിൽ വളരുന്നുണ്ടോ എന്ന്, ആത്മീയ ജീവിതത്തിൽ ഞാൻ വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ചില അളവുകോല് കൂടെ ഇന്ന് നമുക്ക് കാണാമെന്ന് കരുതുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, വളരെ നിർണായകമായൊരു രംഗത്താണ് നമ്മൾ നിൽക്കുക. ഗിരിപ്രഭാഷണത്തിൽ ഈശോ പറഞ്ഞ മനോഹരമായ, ഒരുപക്ഷെ പ്രാവർത്തികമാക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം ഇതാണ്. ഞാൻ സ്നേഹത്തിൽ വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അളവുകോൽ. നിന്നെ ഉപദ്രവിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കുമോ? വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ചങ്കു തുറന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമോ? അവരോട് നിരുപാധികമായി വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കാൻ എനിക്ക് പറ്റുമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സ്നേഹിക്കാനും ശത്രുക്കളെ സ്നേഹിക്കാനും എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ ആത്മീയതയുടെ പടവുകൾ കയറുകയാണ് എന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇങ്ങനെ ഈശോ പറയാൻ എന്താണ് കാരണം? മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5:45 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നതല്ല ആത്മീയത, ക്രിസ്തീയത. സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുന്നതാണ് ആധ്യാത്മികത. ഞാനിങ്ങനെ ഇതിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ തീവ്രമായി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളെ ഉപദ്രവിച്ചവർ, നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മുടെ തകർച്ച കാണാൻ ആഗ്രഹിച്ചവർ, നമുക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് നമ്മുടെ അഭിമാനവും നമ്മുടെ മനസ്സമാധാനവും കളഞ്ഞവർ, നമ്മളെ നശിപ്പിക്കാൻ ബോധപൂർവം ശ്രമിച്ചവർ,
ഏതെങ്കിലുമൊക്കെ കാരണത്താൽ നമുക്കെതിരെ നിരന്തരമായി നമ്മളെ ഉപദ്രവിക്കുന്നവർ, അത്തരം ചില വ്യക്തികളൊക്കെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. ഓരോ പരിശുദ്ധ കുർബാനയും അവരെ സ്നേഹിക്കാൻ മാത്രം എൻ്റെ മനസ്സിനെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് സ്നേഹിക്കുന്നതാണ് ആധ്യാത്മികത. സ്നേഹത്തിൽ വളരുമ്പോഴാണ് ആത്മീയ വളർച്ച സാധ്യമാകുന്നത് എന്ന് പറയുന്നത്. ഈ ശത്രുക്കളെ സ്നേഹിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇത് ചെയ്യുമ്പോഴാണ് ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരുക, ക്രിസ്തുവിൻ്റെ മനസ്സോളം നമ്മൾ വളരുക. അതുകൊണ്ടാണ് ബലിയർപ്പകൻ ബലിവസ്തുവായി തീരുന്ന രംഗമാണത്. അലിഞ്ഞു ചേരുന്ന, താഴ്ന്നു കൊടുക്കുന്ന, തോറ്റു കൊടുക്കുന്ന ചില നിർണായകമായ സന്ദർഭങ്ങളുണ്ടാകും. അതൊക്കെയാണ് നമ്മളെ യഥാർത്ഥത്തിൽ വളർത്തുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5:46 നമ്മൾ വായിക്കുന്നു, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും ഇത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പരിപൂർണരാകുന്നത് എങ്ങനെയാണ്? സ്നേഹത്തിൽ പരിപൂർണരാകുവിൻ. നിഷ്കളങ്കമായ സ്നേഹം, ആ ഒരു സ്നേഹത്തിലേക്ക് വളർന്ന് പരിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും തുടങ്ങുമ്പോൾ നീ സ്നേഹത്തിൽ വളരുന്നു എന്ന് തിരിച്ചറിയുക. അതല്ലാത്തിടത്തോളം കാലം നമ്മൾ കുറേ ആത്മീയ തത്വങ്ങൾ പഠിച്ചു എന്നത് മാത്രമാണ്. അതൊരു പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരുന്നില്ല, എന്നും പഴയതുപോലെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈശോയാണ് ഈ ശത്രു സ്നേഹത്തിൻ്റെ മാതൃക. ഒറ്റിക്കൊടുത്തവനെ സ്നേഹിത എന്ന് വിളിച്ചവൻ നമ്മുടെ മാതൃകയാകണം. കൂടെ നിന്ന് സ്നേഹിച്ചു കൊണ്ട് നടന്ന് വളർത്തിക്കൊണ്ട് വന്നവൻ ഒരു നിസ്സാരമായ കാര്യത്തിന് വേണ്ടി 30 വെള്ളിക്കാശിന് വേണ്ടി അവനെ ഒറ്റിക്കൊടുത്തവനെ സ്നേഹിത എന്ന് വിളിച്ച ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് വളരുക. തള്ളിപ്പറഞ്ഞവനെ സ്നേഹപൂർവ്വം തിരിഞ്ഞു നോക്കി മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് അവനെ രക്ഷിച്ച, പത്രോസിനെ രക്ഷിച്ച ക്രിസ്തു മനോഭാവത്തിലേക്ക് നമ്മൾ വളരണം. ഒറ്റിക്കൊടുത്തവരും തള്ളിപ്പറഞ്ഞവരുടെയും ഒക്കെ നടുവിൽ അവരെ സ്നേഹിതരായി കാണാൻ മാത്രം വളരുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മീയത. പാപികൾക്ക് വേണ്ടി സ്വജീവൻ ബലി കഴിക്കുന്ന സ്നേഹം, ചങ്കിൽ കുത്തിയവന് സൗഖ്യം നൽകുന്ന സ്നേഹം, ഇതാണ് ശത്രു സ്നേഹം എന്നതിന് ഉദാഹരണമായി ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പഠിക്കാൻ കഴിയുക. സ്നേഹത്തിൽ വളരുവാൻ ഈശോയെ കണ്ടുപഠിക്കണം. ഈശോ തന്നെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു കഥയുണ്ട്. സ്നേഹത്തിൽ വളരുന്നതിനെ മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ അളവുകോൽ, നീ ഒരു നല്ല സമറായനാകുമ്പോൾ നീ സ്നേഹത്തിൽ വളരുന്നു. ഒന്നാമതായി, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ സ്നേഹത്തിൽ വളരുന്നു. ശത്രുക്കളെ സ്നേഹിക്കാൻ ബോധപൂർവം നീ ശ്രമിക്കുകയും അതിന് വില കൊടുക്കുകയും ചെയ്യുമ്പോൾ നീ സ്നേഹത്തിൽ വളരുന്നു. അതോടൊപ്പം തന്നെ നല്ല സമറായനാകാൻ ശ്രമിക്കുമ്പോൾ നീ സ്നേഹത്തിൽ വളരുന്നു. നല്ല സമറായൻ്റെ കഥ ഈശോ പറഞ്ഞത് മനോഹരമായ ആ കഥ തന്നെക്കുറിച്ച് ഈശോ പറഞ്ഞ കഥയാണ് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുക. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധാപൂർവം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നല്ല സമറായൻ്റെ കഥ. ലൂക്കയുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. ഒരു നിയമജ്ഞൻ വന്ന് അവനോട് ചോദിക്കുന്നു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ വേണ്ടി ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന് ഉത്തരമായി അവൻ ചോദിക്കുകയാണ്, നിയമത്തിൽ നീ എന്ത് എഴുതിയിരിക്കുന്നു? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അതിനുത്തരമായി അവൻ പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും, ബാക്കി പറയാമെന്ന് നോക്കിയേ, പൂർണ്ണാത്മാവിനോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. ഇത് പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവൻ അത് പറയാനുള്ള, ഈ നിയമജ്ഞൻ ഇങ്ങനെ പറയാനുള്ള കാരണം,
അവൻ പഴയ നിയമത്തിൽ പഠിച്ച ചില പ്രമാണങ്ങളാണ്. അത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇതിന് സമാനമായ ചിന്തകളെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 27-ാം വാക്യത്തിലാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ ദൈവത്തെ സ്നേഹിക്കണമെന്നും അതിനോട് തുല്യതയിൽ നിൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണമെന്നും രേഖപ്പെടുത്തിയിരിക്കുക. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ പറഞ്ഞു. ഈശോ പറഞ്ഞു, നീ ശരിയായി തന്നെ പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, അപ്പോൾ നീ ജീവിക്കും. ജീവിക്കാൻ എന്താണ് വേണ്ടത്? ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. ഇതാണ് ആധ്യാത്മികത. പൂർണ്ണ ജീവിതത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരാൾ ചെയ്യേണ്ടത് ഇതാണ്. എന്നാൽ അവൻ തന്നെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? നമുക്കറിയാം ആ വചനഭാഗം. അതിൻ്റെ വിശദീകരണമായിട്ടാണ് ഈശോ നല്ല സമറായൻ്റെ കഥ പറയുക. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈ നല്ല സമറായൻ്റെ കഥയിൽ ആർക്കും ഈശോ പേര് കൊടുത്തിട്ടില്ല. എങ്ങനെയാണ്? ഈശോ പറഞ്ഞു, ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ, അവൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ആ വഴിയെ വന്നു, അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി, അവനും പേര് കൊടുത്തിട്ടില്ല. എന്നാൽ ഒരു സമറിയാക്കാരൻ, അവനും പേര് ഇവിടെ കൊടുത്തിട്ടില്ല. യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു, അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവൻ്റെ അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. ആരുടെയും പേര് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഇതാരുമാകാനുള്ള സാധ്യതയുണ്ട്. പാതയോരത്ത് കിടക്കുന്നവൻ നമ്മളിൽ ഒരുവനാകാം. കടന്നു പോകുന്ന പുരോഹിത ഗണത്തിൽ നമ്മളും ഉണ്ടാകാം. പരിചരിക്കാൻ ബാധ്യതയുള്ള ലേവായരുടെ ഗണത്തിലും നമ്മളുണ്ടായെന്ന് വരാം. അവരാരും ചെയ്യേണ്ടത് ചെയ്യാതെ കടന്നുപോയപ്പോൾ ഒരു യഹൂദൻ്റെ ശത്രുവായ ഒരു സമറിയാക്കാരൻ വരുമ്പോൾ അവനിലും എൻ്റെയും ചിത്രങ്ങൾ തെളിഞ്ഞു കാണാം. അതുകൊണ്ടാണ് ഒരു സമറായക്കാരൻ അവൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് അവനെ കണ്ട് മനസ്സലിഞ്ഞു, അവൻ്റെ അടുത്ത് ചെന്ന് അവനെ ശുശ്രൂഷിച്ചു, അവനെ സത്രത്തിൽ കൊണ്ടുവന്നാക്കി. അവൻ്റെ കയ്യിലുള്ള 2 ധനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാം. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 35-ാം വാക്യത്തിൽ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അതിനുത്തരം ഈശോ പറയുന്നത്, അവനോട് കരുണ കാണിച്ചവൻ എന്ന് നീമഞ്ജൻ പറഞ്ഞു. ഈശോ പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. നല്ല സമറായനാകുമ്പോഴാണ് സ്നേഹത്തിൽ വളരുന്നത്. നല്ല സമറായനാകുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ വളരുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? മുറിവേറ്റവനെ കാണുമ്പോൾ അവനോട് അനുകമ്പ തോന്നുന്നവൻ നല്ല സമറായനാണ്. മുറിവേറ്റ് കിടക്കുന്നവൻ, അത് ആത്മീയ തലത്തിൽ മുറിവേറ്റ് കിടക്കുന്നവനാകാം, മാനസിക തലത്തിൽ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിയാവാം, ശാരീരികമായ തലത്തിൽ മുറിവേറ്റ വ്യക്തിയാകാം. അവനെ കാണുമ്പോൾ അവനോട് അനുകമ്പ തോന്നുന്നവനിൽ ഒരു നല്ല സമറായൻ്റെ ഭാവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോഴാണ് നമ്മൾ സ്നേഹത്തിൽ വളരാൻ തുടങ്ങുക. ഇങ്ങനെ മുറിവേറ്റ് കിടക്കുന്നവൻ്റെ അടുത്തു ചെല്ലണം. അവന് വേണ്ടി എൻ്റെ സമയവും സമ്പത്തും കഴിവുകളും നിനക്കുള്ളതെല്ലാം ചെലവഴിക്കാൻ നീ തയ്യാറാകുമ്പോൾ നീ സ്നേഹത്തിൽ വളരുകയാണ് എന്ന് മനസ്സിലാക്കുക. വളരെ പ്രത്യേകമായി മനസ്സിലാക്കുക, നിന്റെ ആരുമല്ലാത്തവരെ നിനക്ക് ശുശ്രൂഷിക്കുവാനും സഹായിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കുമെങ്കിൽ നീ സ്നേഹത്തിൽ വളർന്നു തുടങ്ങിയിരിക്കുന്നു. നിന്റെ ആരുമല്ല. ഈ സമറായനെ സംബന്ധിച്ചിടത്തോളം പാതയോരത്ത് കിടക്കുന്ന മുറിവേറ്റ മനുഷ്യൻ അവൻ്റെ ആരുമല്ല. അവന് ഇവനെ നോക്കാനുള്ള ബാധ്യതയില്ല. മാത്രമല്ല, ഈ സമറായനെ യഹൂദൻ എപ്പോഴും ശത്രുവായി കാണുന്നവനാണ്, താഴ്ത്തിക്കെട്ടി കാണുന്നവനാണ്. അപ്പം അതുകൊണ്ട് ഈ സമറായന്
ഈ പാതയോരത്ത് കിടക്കുന്ന മുറിവേറ്റ അർത്ഥപ്രാണനായ മനുഷ്യനെ നോക്കാൻ യാതൊരു ബാധ്യതയുമില്ല. അതുകൊണ്ടാണ് നിന്റെ ആരുമല്ലാത്തവരെ നിനക്ക് ശുശ്രൂഷിക്കുവാനും സഹായിക്കാനും സാധിക്കുമെങ്കിൽ നീ സ്നേഹത്തിൽ വളർന്നു തുടങ്ങി എന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ അളവുകോൽ എന്താണ് പറഞ്ഞു നോക്കിക്കേ. ഒന്നാൽ എനിക്ക് ആരോരുമല്ലാത്തവന് അവനോട് അനുകമ്പ തോന്നാനും അവനെ സഹായിക്കാനും അവനെ ശുശ്രൂഷിക്കുവാനും അവന് വേണ്ടതൊക്കെ കൊടുക്കാനും ഞാൻ മനസ്സാകുന്നുവെങ്കിൽ ഞാൻ സ്നേഹത്തിൽ വളരുകയാണ്. മൂന്നാമതായി ഒരെണ്ണം കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, തിരിച്ചു തരാൻ കഴിവില്ലാത്തവന് കൊടുക്കാൻ തയ്യാറാകുന്നിടത്ത് നീ സ്നേഹത്തിൽ വളരുന്നു. തിരിച്ചു തരില്ല എന്നറിയാം, തിരിച്ചു തരാൻ അവന് കഴിവില്ല എന്നറിയാം. അങ്ങനെയുള്ളവന് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ സ്നേഹത്തിൽ വളരുന്നത്. ഇതെവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക? നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നവൻ സ്നേഹത്തിൽ വളരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കേണ്ടതാണ്. അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നതാണ് രംഗം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരുടെയും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും. ശരിക്കും ശ്രദ്ധിക്കുക. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. സ്നേഹത്തിൽ വളർന്നിരുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് സ്വർഗരാജ്യം. അതുകൊണ്ടാണ് ആത്മീയത സ്നേഹിക്കുന്നതാണെന്നും സ്നേഹത്തിൽ വളരുന്നതാണ് ആത്മീയതയുടെ പൂർണ്ണതയെന്നും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം അവകാശമാക്കുവാൻ സ്നേഹത്തിൽ വളരുക തന്നെ വേണം. അതിന് ഏറ്റവും അവസാനമായ മാർഗം, തിരിച്ചു കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്തവന് കൊടുക്കുന്നതെല്ലാം നിന്നെ സ്നേഹത്തിൽ വലിയവനാക്കി മാറ്റും എന്ന തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 25-35 നമ്മൾ വായിക്കുന്നത്, എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ വിശപ്പ് എന്ന് പറയുന്നത് വയറിൻ്റെ വിശപ്പ് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവുമുണ്ട്, അംഗീകാരത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവുമുണ്ട്. ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ വിശപ്പ്. അതുകൊണ്ട് വിശന്നിരിക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നു എന്നത് പ്രതീകാത്മകമായി കാണുക. സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവന്, ഒരിറ്റു പരിഗണനയ്ക്ക് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി, ഒരു പ്രചോദനം നൽകുന്നതിന് വേണ്ടി, ഉണർവ് നൽകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവന് അത് കൊടുക്കാൻ തയ്യാറാകുന്നിടത്ത് നീ വളരുകയാണ്. അതുകൊണ്ടാണ് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു. സ്വന്തമെന്ന് പറയാൻ ആരും കൂടെയില്ലാത്തവനാണ് പരദേശി. അവൻ്റെ കൂട്ടുകാരനാകാൻ കഴിയുമ്പോൾ അവൻ്റെ സ്വന്തമായി മാറുകയാണ്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുഭാവങ്ങളിലേക്ക്, ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങളിലേക്ക് വളരുക. ഞാൻ നഗ്നനായിരുന്നു എന്ന വാക്ക് നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അപമാനം കൊണ്ട് നിൽക്കുന്നവന് അവനെ പൊരിഞ്ഞു നിൽക്കുന്നതാണ് ഈ ഉടുപ്പിക്കൽ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവൻ ചെയ്തതോ ചെയ്യാത്തതോ ആയ കാര്യത്തിൻ്റെ പേരിൽ സമൂഹത്തിൻ്റെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ മറ്റാരെങ്കിലുമൊക്കെ അപമാനിച്ച് അവനെ ഒറ്റപ്പെടുത്തി നഗ്നനാക്കി നിർത്തിയവൻ്റെ മുൻപിൽ അവന് ഉടുപ്പായി നിൽക്കാൻ, അവനോട് ചേർന്ന് നിൽക്കാൻ, അവൻ്റെ നഗ്നതയെ മറക്കാൻ സഹായിക്കുമ്പോൾ ക്രിസ്തുഭാവത്തിലേക്ക് വളരുകയാണ്. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു. കാരാഗൃഹത്തിലായിരിക്കുന്നവൻ ഒറ്റപ്പെട്ടവനാണ്. ആ ഒറ്റപ്പെട്ടവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാരാഗൃഹം
തുറന്ന സ്ഥലമായി മാറും. ആരുമില്ലാത്തവൻ്റെ ഇടയിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് കാരാഗ്രഹമല്ലാതായി മാറുക. അതുകൊണ്ടാണ് അത്തരം പ്രവൃത്തികളൊക്കെ നമ്മെ ക്രിസ്തുഭാവങ്ങളിലേക്ക് വളർത്തും എന്ന് പറയുക. ഇങ്ങനെ അത് എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് എൻ്റെ ഈ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 25:40. പാവപ്പെട്ടവന് വേണ്ടി ചെയ്യുന്നതിനെല്ലാം വലിയ പ്രതിഫലമുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കുക, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്തവർക്ക് കൊടുക്കുന്നതാണ് പുണ്യം. തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷയുള്ളവന് അതിനകത്തൊരു വലിയ ത്യാഗമില്ല. തിരിച്ചു കിട്ടില്ല എന്ന് ഒരു വാക്ക് പോലും, ഒരു നല്ല വാക്ക് പോലും കിട്ടില്ല എന്ന് അത്രയേ ഉള്ളൂ അവൻ. അതുകൊണ്ട് അതിന് പോലും കഴിവില്ലാത്തവന് നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മെ സ്നേഹത്തിൽ വളർത്തുന്നത്. അതുകൊണ്ടാണ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്തവർക്ക് കൊടുക്കുന്നതിലാണ് പുണ്യമടങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നാം സ്നേഹത്തിൽ വളരുന്നതും അപ്പോഴാണ്. ഈ ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ, സ്നേഹത്തിൽ വളർന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ കൂദാശയായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി വളരെ പ്രത്യേകമായി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ വളരുക എന്നതാണ് മർമ്മപ്രധാനമായ കാര്യം. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക. നല്ല സമറായൻ്റെ ഭാവങ്ങളിലേക്ക് ഞാൻ ചെയ്തു കൊടുക്കാൻ ബാധ്യതയില്ലാതിരുന്നിട്ടും അവന് വേണ്ടി എൻ്റെ സമയവും എൻ്റെ കഴിവുകളും എൻ്റെ സിദ്ധികളും എല്ലാം പങ്കുവെച്ച് കൊടുക്കുന്നതിൽ സ്നേഹത്തിൻ്റെ വളർച്ച അനുഭവിക്കാൻ കഴിയും. അതുപോലെ തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ളപ്പോഴും അവന് കൊടുക്കുന്നതിലാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വളർച്ച അടങ്ങിയിരിക്കുന്നതെന്ന് തിരിച്ചറിയാനും ഈ ഭാവങ്ങളിലേക്ക് വളരുവാനും ദൈവമേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് പരിശുദ്ധ കുർബാന നമുക്ക് അനുഭവവേദ്യമാവുക. പരിശുദ്ധ കുർബാനയുടെ ഭാഗമായി നമ്മൾ മാറുക. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് പരിശുദ്ധ കുർബാനയായി തീരാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നത് അപ്പോഴാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തിൽ വളരുവാൻ അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ബലിക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിൻ്റെ കൂദാശ സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാനും അതേപോലെ എവിടെയാണ് നിൽക്കുന്നത്, എന്ത് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്, എന്താണ് പരിശുദ്ധ കുർബാന, ഇതൊക്കെ അറിഞ്ഞ് അനുഭവിച്ച് പ്രാർത്ഥനകളിൽ സജീവമായി പങ്കുചേർന്നുകൊണ്ട് വലിയ ആത്മീയ അനുഭവത്തിലേക്ക് പരിശുദ്ധ കുർബാനയിലൂടെ കടന്നു പോകാനും എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന നമുക്ക് ഭക്തിപൂർവ്വം ആരംഭിക്കാം.